ചില ആൾക്കാരോട് നിങ്ങൾ ഓലെ ലൈഫ് എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലെ കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ. ഈവൻ ഓരോ ലൈഫിൽ നല്ല അടിപൊളി സംഭവങ്ങളോ അല്ലെങ്കിൽ ഓർക്ക് ഹാപ്പിനെസ്സോ സംഭവങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഓലെ കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പാന്റെ ജോബ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ ഓല് പറയും ജോബൊക്കെ സെറ്റ് ആവും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ ഓല് ജോബിൽ അത്ര സാറ്റിസ്ഫൈഡ് ആവില്ല. ഓലിക്ക് അത്ര സാലറി കാര്യങ്ങള് അവിടെ ഫുള്ള് പ്രഷർ ഫുള്ള് വർക്കിലോട് കാര്യങ്ങളൊക്കെ കാണും. എന്നാലും ഓരെങ്ങനെ പറയുള്ളൂ ജോബ് കുഴപ്പമില്ലടാ ഷാറാണെന്ന് പറയും. എന്നാൽ ചില ആൾക്കാരോ നേരെ ഓപ്പോസിറ്റേ പറയുള്ളൂ. അതായത് ഫുള്ള് ഫ്രസ്ട്രേറ്റഡാ, എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് റെഡി ആവണില്ല. ജോബ് ആണെങ്കിലും പറയുന്നേ വേണ്ട, എന്ത് സംഭവം ചെയ്തു കഴിഞ്ഞാലും ഒരു ബാഡ് റിവ്യൂ ഒക്കെ പോലെ പറയുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പണിക്ക് എന്തായി, കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്, എന്താ പണിയൊന്നും നടക്കണില്ലാവില്ലെങ്കിലും പക്ഷെ ഓൻ അങ്ങനെ പറയുള്ളൂ. പണി ഇപ്പൊ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്, കുഴപ്പമൊന്നുമില്ല അങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ മറ്റേ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പണി ഇങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ഓനെന്താ പറയാ, അപ്പൊ അതിന്റെ അതൊന്നും പറയണ്ടെങ്ങനെ, അത് തുടങ്ങിയത് ഓർമ്മയുള്ളൂ, ഇപ്പൊ ഒന്നും നടക്കണില്ല, പൈസ ഇല്ല മറ്റേതില്ലാന്ന് ഫുള്ള് ഓലെ കുറിച്ച് ഓലെന്നെ നെഗറ്റീവ് പറയും. സോ ഒരിക്കലും നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയരുത്. എന്ത് സംഭവമായി കഴിഞ്ഞാലും ഇപ്പോ പഠിക്കാൻ വയ്ക്കണില്ല എന്നുണ്ടെങ്കിലും എന്ത് സംഭവം കുറിച്ചാലും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ നമ്മളെ ബോഡി നമ്മളെ ബ്രെയിനും അത് മനസ്സിലാക്കിയാണ്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുള്ളൂ. നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്കം നമ്മൾ എന്താണ് നമ്മളെ കുറിച്ച് ചിന്തിക്കണത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മളെ കുറിച്ച് പറയണത് അതിനെ ബേസ് ചെയ്തിട്ടേക്കാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് റിവാർഡൊക്കെ അതിനനുസരിച്ചേക്കാരം. കാരണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേക്കാരം നമ്മളെ പേരൻസ് നമ്മളെ ടീച്ചേഴ്സിന്റെ മുന്നിൽ തന്നെ നമ്മളെ കുറിച്ച് പറയും, ഓന് പെരിലൊന്നും പഠിച്ചൂല, ഓന് ഫുള്ള് അലമ്പി, ഓന് ബുക്ക് എടുക്കാൻ മടിയാണ്, പഠിച്ചൂല, ഓൻ എത്ര ഇരുന്നാലും പഠിച്ചൂല. ചിലപ്പോൾ ആ കുട്ടി നല്ല പഠിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ നല്ല പഠിക്കാൻ മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ള കുട്ടിയൊക്കെ, പക്ഷെ ഓന്റെ മുന്നിൽ തന്നെ അങ്ങനെ പറയുമ്പോൾ എന്തായി ഓൻ തന്നെ ഓന് പോലും അറിയാതെ ഓന്റെ ബ്രെയിന് വിശ്വസിക്കാണത്. ഞാൻ അങ്ങനത്തെ ഒരു ആളാണ്, എനിക്ക് അങ്ങനെ പഠിക്കാൻ കഴിയൂല, എന്റെ പേരൻസും എന്റെ ടീച്ചേഴ്സും പറഞ്ഞു, ഇനിയിപ്പോ ആരും അതിന്റെ അപ്പുറം പറയണ്ടേ. ഓന് സബ് കോൺഷ്യസ് ആയിട്ട് ഓൻ ആ കുട്ടി പിന്നെ വളരുമ്പോൾ അങ്ങനെ വളരുകയാണ്. കാരണം ഓനെ കുറിച്ച് മറ്റുപോലെല്ലാം അങ്ങനെ പറഞ്ഞു. സോ അപ്പൊ എന്ത് ചെയ്യാ, നമ്മളെ കുറിച്ച് നമ്മളായാലും മറ്റുള്ള ആൾക്കാരും നമ്മളെ കുറിച്ച് നമ്മൾ ആദ്യം നല്ലത് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ഒരിക്കലും നമ്മളെ കുറിച്ച് ബാഡ് റിവ്യൂ പറയില്ല. ഇപ്പൊ എന്ത് സംഭവത്തിനെ കുറിച്ചായാലും ഇപ്പോ നമ്മളിപ്പോ ഒരു സംഭവം തുടങ്ങി, ആ സംഭവം തുടങ്ങി കഴിഞ്ഞാലും അതിലിപ്പോ ഫുള്ള് ഫെയിലിയർ ആണ്, അതില് ഫുള്ള് സക്സസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും അതിലൊരിക്കലും നമ്മൾ ബാഡ് റിവ്യൂ പറയരുത്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ മാതിരി നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളാണ്, ഒരു ഹാപ്പിനെസ്സും ഇല്ല, നമ്മൾ ചെയ്യുന്ന സംഭവം ഫുള്ള് ഫെയിൽ ആവാണ്, എക്സാം പാസ് ആവാണ്, നമ്മൾ എന്ത് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയാൽ ഫെയിൽ ആവാണ്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ ആൾക്കാരോട് ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനെ കുറിച്ച് നെഗറ്റീവ് പറയരുത്. ആ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേക്കാരം പിന്നെ നമുക്ക് ആ സംഭവം തന്നെ കിട്ടുള്ളൂ. അതിന് പകരം എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു പോസിറ്റീവ് വാല്യൂടെ പറയാം, കുഴപ്പമൊന്നുമില്ലടാ, എക്സാം വലിയ സീനില്ലേനും എന്നാലും പാസ്സാവാൻ ഇതൊക്കെ എഴുതിക്കണേ. അതായത് ഓൾറെഡി നമ്മൾ മെയിൻ ആവാൻ വേണ്ടി പറയല്ല, എന്നാലും ഓൾറെഡിയിൽ നമ്മൾ താഴരുത് എന്ന് പറഞ്ഞവർക്ക് തന്നെ വേറൊരു സംഭവമുണ്ട്. നമ്മളെ ഗോൾസിനെ കുറിച്ചും നമ്മളെ പ്രോബ്ലംസിനെ കുറിച്ചും ഒരിക്കലും പറയരുത്. ഇത് സയന്റിഫിക്കലൊക്കെ ആൾക്കാർ കൂടുതൽ കുറെ ലൈഫിൽ കൂടുതൽ നിലയിലെത്തി സക്സസ്ഫുൾ ആയ ആൾക്കാർ എപ്പോഴും പറയുന്ന സംഭവമാണ്, നമ്മളെ പ്രോബ്ലത്തിനെ കുറിച്ചും നമ്മളെ ഗോൾസിനെ കുറിച്ചും ഒരിക്കലും മറ്റുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിനെ കുറിച്ച് മറ്റുള്ള ആൾക്കാരോട് ഇപ്പൊ ഷെയർ പറയുമ്പോൾ ഓൽക്ക് ഓലെ മനസ്സിനുള്ളിൽ ചെറിയ ഹാപ്പിനെസ് കിട്ടും. സോ അതിലൂടെ ഓലെന്ത് കരുതും, നമ്മളെ ലൈഫ് ഫുള്ള് സാഡാണ്, നമുക്ക് ലൈഫിൽ ഒന്നുമില്ല, അപ്പൊ ഓരും അത് കരുതി സന്തോഷിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാളൊരു കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സംഭവം തുടങ്ങി, അപ്പൊ എന്തായും അവൻ മറ്റേ ആൾക്കാർ ഓനോട് വന്നിട്ട് പറയാ, അല്ലെങ്കിൽ ഓൻ അങ്ങോട്ട് തന്നെ പോയി പറയാ, ഓനോട് ചോദിച്ചാൽ തന്നെ പറയാ ഞാനൊക്കെ തുടങ്ങിയ ഒരു റെഡി ആവണില്ല, അങ്ങനെ തന്നെ പറയുമ്പോ എന്തായി, അപ്പൊ ഓൽക്ക് മനസ്സിലായി എന്നെ കൊണ്ടൊന്നും നടക്കൂല. അപ്പൊ നമ്മൾ ഓലടിയിൽ നമ്മളെ വാല്യൂ കളഞ്ഞു. അപ്പൊ പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞാൽ എന്തേ കാരണം, ഇപ്പൊ ഒരു മനുഷ്യന്മാർക്കുള്ള ഒരു സംഭവമാണ് നമ്മളെ ലൈഫിൽ മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ തോക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷിക്കാം, ആൾക്കാര് തോൽക്കണ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷിക്കാം, നേരത്തെ വെച്ച് ജയിക്കുമ്പോൾ ഒരു ലൈഫിൽ എന്തെങ്കിലും നിലയ്ക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സാഡ്നെസ് ഉണ്ടാവും. ഇത് നമ്മൾ ആരെയും കുഴപ്പമില്ല, അതൊരു ഹ്യൂമൻ നാച്ചറാണ്. നമ്മളെ ബ്രദേഴ്സ് ആയാലും നമ്മുടെ കുടുംബത്തിലായാലും നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് ആയാലും ഒരു ലൈഫിലൊക്കെ ജയിക്കണ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയൊരു സാഡ് ഉണ്ടാവും, നമുക്ക് അവിടെ എത്താൻ പറ്റില്ലല്ലോ എന്ന് കരുതിയാണ്. അത് ഈ നമ്മളെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് നല്ല മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എന്താ കരുതാം, ഓൻ അവിടെ എത്തിയാൽ എനിക്കും അവിടെ എത്താൻ പറ്റും, ആ ഒരു മൈൻഡ് സെറ്റിലേക്കാണ്. നമുക്ക് സ്മാൾ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ, ഓൻ അവിടെ എത്തിയില്ലേ, ഓന് ഫുള്ള് ലെക്കാണ് മറ്റാന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പറയുകയും ചെയ്യും. പിന്നെ നമ്മൾ ഗോൾസിനെ കുറിച്ച് നമ്മൾ ഡ്രീംസിനെ കുറിച്ചൊക്കെ നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ കളിയാക്കിയേ ചെയ്യുള്ളൂ. സോ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ ചെക്കന്മാരോട് പറയാണ്,
ഞാനൊരു ബുക്ക് ചെയ്താൻ പോവാട്ടോ, അല്ലെങ്കിൽ ഞാനൊരു വലിയൊരു യൂട്യൂബർ ആവാൻ പോവാട്ടോ, ഞാൻ അങ്ങനെ ഓരോട് പറയും. അങ്ങനെ ഓരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു, എന്റെ ബുക്ക് എവിടെ, അല്ലെങ്കിൽ എന്റെ ഫോളോവേഴ്സ് എവിടെ, എന്റെ കണ്ടന്റ് ക്രിയേഷൻ എവിടെ. സംഭവം നമ്മളത് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടാവും, നമുക്ക് അതിനെങ്ങനെ ചെയ്യാനൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളത് തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന്റെ മുന്നേ തന്നെ ഈ കാര്യം എന്തേക്കാരം അപ്പൊ ഇവര് കളിയാക്കും. സോ ഇപ്പൊ ഒരു എക്സാമ്പിൾ ചെയ്യണമെങ്കിൽ ബുക്കൊക്കെ എഴുതണമെങ്കിൽ 2-3 വർഷം മിനിമമാണ്, 3-4 വർഷമൊക്കെ മിനിമം. ഒരു ഓതേഴ്സൊക്കെ വലിയ വലിയ ഓതേഴ്സൊക്കെ 10-12 വർഷം എടുത്തിട്ടാണ് ഒരു ബുക്ക് ചെയ്തത്. നമ്മളിപ്പൊ തന്നെ പോയി പറഞ്ഞാലും എന്താണോ ഓലതിനെ കുറിച്ച് നമ്മളെ കുറച്ച് കഴിഞ്ഞിട്ട് ഇജ്ജെന്താ ചെയ്യാത്തെന്ന് വെച്ചാൽ നമ്മളെ കൂടുതൽ കളിയാക്കിയുള്ളൂ. സോ അപ്പൊ ഇങ്ങനെ പറയുന്നതിന് പകരം എന്ത് ചെയ്യാം, അതിന് ആക്ഷൻ ഇട്ട് കാണിച്ചു കൊടുക്കുക. സോ ഞാൻ ഇപ്പൊ വലിയ യൂട്യൂബർ ആകും, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വലിയ ബുക്ക് എഴുതും, അല്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ് തുടങ്ങും എന്നിങ്ങനെ പറയുന്നതിന് പകരം എന്ത് ചെയ്യാം, ജസ്റ്റ് അത് ആൾക്കാർക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, ചെയ്ത് കാണിച്ചു കൊടുക്കുക. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്താണ്. അതായത് ഒരിക്കലും ഞാൻ ലാസ്റ്റ് പറയുകയാണെങ്കിൽ പോയിന്റ് പറഞ്ഞ, ഡോണ്ട് സ്പീക്ക് അബൌട്ട് യുവർ സെൽഫ് നെഗറ്റീവ്ലി. ഒരിക്കലും നമ്മളെ കുറിച്ച് എത്ര നമ്മൾ ബാഡ് അടിയിലാണെങ്കിലും, നമ്മളിപ്പോൾ എന്ത് സംഭവം തുടങ്ങി ഫെയിൽ ആകുകയാണെങ്കിലും, എത്ര പരിശ്രമിച്ചിട്ടും നമ്മൾ അവിടേക്ക് എത്തില്ല എന്നുണ്ടെങ്കിലും, ഒരിക്കലും നമ്മൾ ആൾക്കാരോട് നമ്മളെ കുറിച്ച് നമ്മളൊരു ബാഡ് റിവ്യൂ പറയരുത്. സോ എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് വേയിലൂടെ നമ്മൾ കാണാൻ നോക്കുക. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയി കരുതുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.